നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 3 മാസമായി ശമ്പളമില്ല, ഹോംഗാർഡുകൾ കടുത്ത ദുരിതത്തിൽ. കരിവെള്ളൂരിന്റെ നെല്ലറയായ കോട്ടൂർ പാടശേഖരത്തിന് ജലസമൃദ്ധി ഒരുക്കിയ ഐത്തലത്തോട് വിസ്മൃതിയിലേക്ക്. കേന്ദ്ര സർക്കാർ ബജറ്റുകളിൽ കേരളത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ LDF കമ്മിറ്റി പെരുമ്പയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന സന്ദേശവുമായി കേരള മദ്യനിരോധന സമിതി സംഘടിപ്പിക്കുന്ന ജാഗ്രതാഹ്വാന യാത്ര കാസർഗോഡ് ജില്ലാതല പര്യടനം പൂർത്തിയായി. മാർച്ച് 12 മുതൽ ടിപ്പർ ലോറികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഹോംഗാർഡുകൾക്ക് 3 മാസമായി ശമ്പളമില്ല. കടുത്ത ചൂടിനെയും മറ്റ് നിരവധി പ്രതിസന്ധികളെയും അവഗണിച്ച് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ഇവർക്ക് സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാനാവാതെ കടുത്ത ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. നിയമപാലനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഹോംഗാർഡുകൾക്ക് കഴിഞ്ഞ 3 മാസക്കാലമായി ശമ്പളമില്ലാതെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരികയാണ്. കണ്ണൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന 200ഓളം ഹോംഗാർഡുകളാണ് അധികൃതരുടെ അവഗണനയും പേറി ശമ്പളമില്ലാതെ കഴിയുന്നത്. പോലീസ് സ്റ്റേഷനിലും സ്റ്റേഷന് കീഴിലുള്ള നഗരങ്ങളിൽ പൊള്ളുന്ന വേനൽ ചൂടിലും റോഡിൽ ട്രാഫിക് നിയന്ത്രിച്ചും നിയമപാലകരായി സംഘർഷ സ്ഥലത്തും ഡ്യൂട്ടി ചെയ്യുകയും പോലീസ് ഡ്രൈവർമാരുടെ അഭാവത്തിൽ ഡ്രൈവർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ അധികൃതർ കഴിഞ്ഞ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തെ ശമ്പളം നൽകാതെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ഹോംഗാർഡുകൾക്ക് അർഹതപ്പെട്ട അംഗീകാരമോ കിട്ടാതെ കഴിയുകയാണിവർ. ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്നത് ഇവർക്ക് മറ്റൊരു ഇരുട്ടടിയായി തീർന്നിരിക്കുകയാണ്. ATM വഴിയാണ് ഇവർക്ക് ശമ്പളം ലഭിച്ചു വരുന്നത്. എന്നാൽ അറ്റൻഡൻസ് പ്രകാരം ജില്ലാ അധികൃതർ ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ബില്ലെഴുതി നൽകാത്തതാണ് ശമ്പളം വൈകാനിടയാക്കിയിരിക്കുന്നത്. കരിവെള്ളൂരിന്റെ നെല്ലറയായ കോട്ടൂർ പാടശേഖരത്തിന് ജലസമൃദ്ധി ഒരുക്കിയ ഐത്തലത്തോട് വിസ്മൃതിയിലേക്ക്. മുൻപ് വേനൽക്കാലത്ത് പോലും ഒഴുകിയിരുന്ന തോട് ഇന്ന് കാടുപിടിച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത നിലയിലാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട 3 തോടുകൾ പഞ്ചായത്തിനകത്ത് നല്ല നിലയിൽ നമ്മുടെ കൃഷിക്കാർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന തോടുകളാണിപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടിപ്പോൾ വല്ലാതെ പ്രയാസത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ കോട്ടൂർ വയൽ പാടശേഖരത്തിനകത്ത് 10 ഏക്കർ സ്ഥലത്ത് കിൻഫ്രോയുടെ സഹായത്തോടു കൂടി ഇവിടെ കൃഷി നടത്തുകയും അതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ നമുക്കറിയാം, കൃഷിക്കാർക്ക് ഇതിൽ കൃത്യമായിട്ടും ഈ സമയത്ത് വെള്ളം ലഭിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വിളവുണ്ടാവുന്നില്ല എന്ന വിഷയമുണ്ട്. അതുകൊണ്ട് തോട് അതിൻ്റെ ഉൾഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ചില നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോയപ്പോൾ കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികൾ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കാട് കൊത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകന്മാരെല്ലാം വന്നത് തടഞ്ഞത്. ഒരു കാലത്ത് 3 വിളവെടുക്കുന്ന പാടശേഖരമായിരുന്നു കരിവെള്ളൂർ കോട്ടൂർ പാടശേഖരം. നാടിന്റെ ഭക്ഷ്യസമൃദ്ധിക്ക് നിദാനവും കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ഈ പാടശേഖരമായിരുന്നു. ഇതിന് ജലസമൃദ്ധി ഒരുക്കിയത് പാടത്തിന്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഐത്തലത്തോടായിരുന്നു. എന്നാൽ കാലം മാറി. ഈ തോട് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. പല സ്ഥലത്തും മഴക്കാലത്ത് പോലും വെള്ളം സുഗമമായി ഒഴുകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. തോട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കൈതയും കുറ്റിക്കാടുകളുമാണ്. പലരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും ഈ തോട്ടിലേക്കാണ്. ഇതുമൂലം പാമ്പുകളുടെയും മറ്റ് വിഷജന്തുക്കളുടെയും ആവാസ കേന്ദ്രമായിരിക്കുകയാണ് ഈ തോട്. ഈ തോടിന്റെ നാശം നെൽകൃഷിയെ ഏറെ ബാധിച്ചു. വെള്ളം കിട്ടാത്തതുമൂലം പലരും വയൽ തരിച്ചിട്ടു. കൃഷി ചെയ്തവർക്കാകട്ടെ നെൽച്ചെടികൾ ഉണങ്ങിയതുമൂലം വൻ നഷ്ടമാണ് സംഭവിച്ചത്. കുറ്റിക്കാടുകളും കൈതച്ചെടികളും നശിപ്പിച്ച് തോടിന് ആഴം കൂട്ടി ഇരുവശത്തും വരമ്പുകോരി ഉറപ്പിച്ചാൽ ഐത്തലത്തോടിനെ രക്ഷിക്കാം. ഒപ്പം ഒരു നാടിന്റെ കാർഷിക സംസ്കാരത്തെയും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കേന്ദ്ര സർക്കാരിന്റെ പൊതുബജറ്റിലും റെയിൽവേ ബജറ്റിലും കേരളത്തിലെ സമ്പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ മണ്ഡലം LDF കമ്മിറ്റി പെരുമ്പയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പൊതുബഡ്ജറ്റിലും റെയിൽവേ ബഡ്ജറ്റിലും കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് പയ്യന്നൂർ മണ്ഡലം LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടി സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ വന്നു. വീണ്ടും നമ്മൾ പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തേതായാലും ഇത്തവണത്തേതായാലും KV ബാബു അധ്യക്ഷനായി, TI മസൂദനൻ, M രാമകൃഷ്ണൻ, P ജയൻ, അഡ്വക്കേറ്റ് മനോജ് കുമാർ, തമ്പാൻ പെരളം എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വിവാദങ്ങൾക്ക് വിരാമമായി. പെരിങ്ങോം സ്കൂളിന് സമീപത്തെ പാറക്കുളം നവീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് 6.5 ലക്ഷം രൂപ അനുവദിച്ചു. വിവാദങ്ങൾക്ക് വിരാമമായി. പെരിങ്ങോം സ്കൂളിന് സമീപത്തെ പാറക്കുളം നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് 6.5 ലക്ഷം രൂപ അനുവദിച്ചു. കുളം നവീകരിച്ച് ഇരുമ്പുവേലികൾ കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു കാലത്ത് സാമൂഹിക വിരുദ്ധരുടെയും മദ്യപാനികളുടെയും ആവാസ കേന്ദ്രമായിരുന്ന ഈ കുളവും പരിസരവും സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഏതു വേനൽക്കാലത്തും വറ്റാത്ത വെള്ളമുണ്ടാകുന്ന ഇവിടം ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 6.5 ലക്ഷം രൂപ കൊണ്ട് കുളത്തിന് വലിപ്പം കൂട്ടി ചുറ്റുകമ്പിവേലികൾ സ്ഥാപിച്ച് സംരക്ഷിക്കാനുള്ള പണി ആരംഭിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് പണി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് സംരക്ഷിക്കുന്നതും മൂലം ഈ പ്രദേശത്തുള്ള പക്ഷികൾക്കും ചെറുജീവികൾക്കും യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സംവിധാനം കൂടിയായി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മാർച്ച് 12 മുതൽ ടിപ്പർ ലോറികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. പരിയാരം മെഡിക്കൽ കോളേജ്, പഴയങ്ങാടി, പയ്യന്നൂർ, പെരിങ്ങോം, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ടിപ്പർ ലോറികളാണ് അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നത്. പയ്യന്നൂർ ഏരിയ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 12 മുതൽ പയ്യന്നൂർ നഗരസഭാ പരിധിയിലും കരിവള്ളൂർ പെരളം, കാങ്കോലാലപ്പടമ്പ, എരമംകുറ്റൂർ, കടന്നപ്പള്ളി പാണപ്പുഴ, പെരിങ്ങോം വായക്കര, ചെറുപുഴ കുഞ്ഞിമംഗലം, രാമന്തളി, മാടായി, മാട്ടൂൽ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചരൽമണ്ണ് കയറ്റിയിറക്കുന്ന മുഴുവൻ ടിപ്പർ ലോറികളും മിനി ടിപ്പറുകളും അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുകയാണ്. ടിപ്പർ ലോറി തൊഴിലാളികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് നിരന്തര പീഡനത്തിന് ഇരയാവുകയാണെന്നും പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നിയമങ്ങൾക്ക് കീഴടങ്ങി തൊഴിൽ ചെയ്യാൻ സാധിക്കാത്തതിനാൽ സ്വയം തൊഴിൽ സംരംഭകരായ ഇത്തരം തൊഴിലാളികളുടെ അവകാശവും അനുവാദവും തടസ്സമില്ലാതെ ലഭിക്കുന്നതുവരെ ടിപ്പർ ലോറികൾ, മിനി ടിപ്പറുകൾ പണിമുടക്കുക എന്ന ആഹ്വാനത്തോടെയാണ് പണിമുടക്ക് നടത്തുന്നത്. 2014 ഫെബ്രുവരി 15 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലൂടെ അനുഭാവപൂർണ്ണമായ നടപടികളിലൂടെയും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ലഭിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത നടപടികളാണ് പരിയാരം മെഡിക്കൽ കോളേജ്, പഴയങ്ങാടി, പയ്യന്നൂർ, പെരിങ്ങോം, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പോലീസ് നടപ്പിലാക്കുന്നതെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. അനധികൃത ഖനന കേന്ദ്രങ്ങളിലും സംഭരണ വിതരണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി തടയാൻ നടപടികളെടുക്കാതെ റോഡിലോടുന്ന വാഹനങ്ങൾ എളുപ്പത്തിൽ പിടികൂടി പിഴ ചുമത്തുന്ന പോലീസ് നടപടികൾ നിർത്തലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന സന്ദേശവുമായി കേരള മദ്യനിരോധന സമിതി സംഘടിപ്പിക്കുന്ന ജാഗ്രതാഹ്വാന യാത്രയുടെ കാസർഗോഡ് ജില്ലാ പര്യടനം പൂർത്തിയായി. ജില്ലാതല സമാപനം തൃക്കരിപ്പൂരിൽ നടന്നു. അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള മദ്യനയം അട്ടിമറിക്കുമെന്ന മദ്യരാഷ്ട്രീയക്കാരുടെ പ്രഖ്യാപനം മുഖവിലക്കെടുക്കുക, ജാഗ്രത പാലിക്കുക, നിലവിലുള്ള മദ്യനിരോധനം നിലനിർത്തുക, ഭാരതമൊട്ടാകെ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള മദ്യനിരോധന സമിതി ജാഗ്രതാഹ്വാന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 18 കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപനം തൃക്കരിപ്പൂരിൽ നടന്നു. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്, ഇന്ന് മദ്യം എന്നുള്ളത് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ഏത് ഗൃഹപ്രവേശനത്തിനും ഏത് കല്യാണ വീട്ടിലും ആ ആഘോഷത്തിന് മാറ്റം കൂട്ടാൻ ടി ധനഞ്ജയൻ മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രവി, രാജൻ ഇടുക്കി, രാജൻ കോരമ്പത്ത്, വർഗീസ് മുഴത്തേറ്റ്, ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, ഇയച്ചേരി പത്മിനി എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ സ്വാഗതവും VV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മാർച്ച് 23 വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖത്ത് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണക്കുന്നിലെയും കരിവെള്ളൂരിലെയും യാത്രാക്ലേശങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI രംഗത്ത്. കരിവെള്ളൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ ഒപ്പുശേഖരണം നടത്തി. ദീർഘനാളായി ഓണക്കുന്നിലും കരിവെള്ളൂരിലും അനുഭവപ്പെടുന്ന യാത്രാക്ലേശം പരിഹരിക്കുകയെന്ന ആവശ്യവുമായാണ് DYFI ഒപ്പുശേഖരണം നടത്തിയത്.
രാവിലെ 6:30 മുതൽ 9:30 വരെയായിരുന്നു ഒപ്പുശേഖരണം. KV പ്രശാന്ത്, P പ്രദീപ്, K ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് DYFIയുടെ നെടുളൂർ സൗത്ത് മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ DYFIയുടെ സഖാക്കൾ ഈ ഒപ്പുശേഖരണവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലേക്കുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു പരിപാടിയിലേക്ക് ജനങ്ങളുടെ ഭാഗത്ത് നല്ലൊരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പുശേഖരണത്തിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ജ്വലന സ്ത്രീ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പാർക്കിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ഇന്റർവ്യൂവിൽ മുൻപ് എടുത്തു വെച്ചതായിരുന്നു. കലാഭവൻ മണി പറയുന്നത് ഇങ്ങനെയാണ്: നാടൻ പാട്ട് പാടി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി അധ്യക്ഷയായി. PP ലക്ഷ്മി ടീച്ചർ, ചാന്ദിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ONV കവിതകൾ ചേർത്ത് കാവ്യോപഹാരവും നടന്നു. മാർച്ച് 12-ന് നടത്താനിരുന്ന കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ഉദ്ഘാടകന്റെ അസൗകര്യത്തെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും വലിയ ഈ വട്ടപ്പന്തൽ 111 തേക്കിൻകാലുകളിലാണ് നിർമ്മിക്കുന്നത്. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്കുത്സവത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്രോത്സവത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന വട്ടപ്പന്തൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ധനുമാസം 2-നാണ് വട്ടപ്പന്തലിന്റെ കാൽ നാട്ടുന്നത്. ഇത് ഭക്തജനങ്ങളും നാട്ടുകാരും ചേർന്നാണ് ചെയ്യുന്നത്. തുടർന്ന് 111 തേക്കിൻ തൂണുകൾ, 2500ഓളം മുള, 6500-ൽ പരം മടഞ്ഞ ഓല, 200-ൽ പരം വാരി, പടങ്ങുകൾ എന്നിവ ഉപയോഗിച്ചാണ് പന്തൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്ഷേത്രം സേവാ സമിതിയുടെ മേൽനോട്ടത്തിലാണ് വട്ടപ്പന്തൽ നിർമ്മിക്കുന്നത്. 5 ലക്ഷത്തിൽ അധികം രൂപയാണ് വട്ടപ്പന്തൽ നിർമ്മാണത്തിന്റെ ചിലവ്. ചെറുകുന്നിന്റെ പെരുമ വിളിച്ചോതുന്ന വട്ടപ്പന്തൽ കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിഷുവിളക്കുത്സവത്തോട് അനുബന്ധിച്ചുള്ള വട്ടപ്പന്തലിന്റെ പണി ഇന്നത്തെ ദിവസം പൂർത്തിയായ സന്തോഷത്തോടാണ് ഞങ്ങളിപ്പോൾ. പ്രൗഢഗംഭീരമായ വട്ടപ്പന്തൽ ലോകപ്രശസ്തമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. ഇത്തരം വട്ടപ്പന്തൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ നമ്മുടെ അമ്മയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് വട്ടപ്പന്തൽ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമല്ല. എന്നാൽ വട്ടപ്പന്തലിൽ കാണാം എന്ന ചൊല്ല് തന്നെ ചെറുകുന്നിലും പരിസരങ്ങളിലും പ്രചാരത്തിലുണ്ട്. പ്രദേശത്തെ ജനതയുടെ കൂട്ടായ്മയുടെ പ്രതീകം കൂടിയാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലൊരുക്കുന്ന വട്ടപ്പന്തൽ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വെള്ളൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കോറോം അർബൻ PHC, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളൂർ AKG സ്മാരക ആർട്സ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ത്വക്ക് രോഗ വിഭാഗം, നേത്രരോഗ വിഭാഗം എന്നീ വിഭാഗങ്ങളിലായി 100-ലധികം പേർ പങ്കെടുത്തു. ഇതോടൊപ്പം പ്രഷർ, പ്രമേഹ പരിശോധനയും നടന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഞ്ജീവൻ M അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ E ഭാസ്കരൻ, K ശ്രീജ എന്നിവരും JHI ശ്രീനിവാസൻ, PRO ജാക്സൺ എന്നിവരും സംസാരിച്ചു. JHI E നന്ദകുമാർ, EV സന്തോഷ്, ശ്രീജേഷ്, ജെസി ചാക്കോ, ശൈലജ, ശ്രീകല K തുടങ്ങിയവർ പങ്കെടുത്തു. യുവകലാസാഹിതി പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പാർക്കിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. യുവകലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച ONV അനുസ്മരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അവന്റെ സ്വപ്നങ്ങൾ നിറയുന്നതിനെ കുറിച്ച്, അതിന്റെ ആ കാറ്റിന്റെ, ആ പൂവിന്റെ, നെല്ലിപ്പൂക്കളുടെ, തെച്ചിപ്പൂക്കളുടെ, തെച്ചിപ്പഴങ്ങളുടെ സൗന്ദര്യം ഞാൻ പറയട്ടെ. ക്രിസ്തുമത വിശ്വാസികൾ മനസ്സമ്മതം നടത്തി കഴിഞ്ഞാൽ VTV മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. KV ബാബു, NP ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ആരാധകർക്ക് ആവേശമായി പൃഥ്വിരാജ് പയ്യന്നൂരിൽ. കല്യാൺ സിൽക്സിന്റെ 24ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം ചെയ്യാനാണ് പൃഥ്വിരാജ് പയ്യന്നൂരിലെത്തിയത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച കല്യാൺ സിൽക്സിന്റെ ഉദ്ഘാടനത്തിനായാണ് പൃഥ്വിരാജ് പയ്യന്നൂരിലെത്തിയത്. സൂപ്പർ താരത്തിന്റെ വരവും കാത്ത് നേരത്തെ തന്നെ ആരാധകരെ കൊണ്ട് ഷോറൂമും പരിസരവും നിറഞ്ഞിരുന്നു.
നിശ്ചയിച്ച പ്രകാരം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പൃഥ്വിരാജ് ഉദ്ഘാടനത്തിനെത്തിയത്. പതിവിൽ നിന്ന് വിപരീതമായി ആദ്യം ഉദ്ഘാടന യോഗത്തിലേക്കാണ് താരം എത്തിയത്. തുടർന്ന് ആരാധകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആണ് കല്യാൺ സിൽക്സ്. കാരണം ഞാൻ 4 വർഷം മുമ്പ് കല്യാൺ സിൽക്സിന് കൂടെ ചേരുമ്പോൾ 4 ഷോറൂം ഉള്ള ഒരു ടെക്സ്റ്റൈൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇന്നിപ്പോ 24ാമത്തെ ഷോറൂമാണ് 4 വർഷത്തിന് ശേഷം ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ 25ാമത്തെ ഷോറൂം ഞങ്ങൾ ഒമാനിൽ ഇനോഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഈ 4 വർഷം കൊണ്ട് എന്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് കൈവരിക്കാൻ സാധിച്ച വളർച്ചയും കല്യാണിന്റെ പ്രയാണത്തിൽ കല്യാണം കൈവരിക്കാൻ സാധിച്ച വളർച്ചയും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു യാത്രയുടെ ഒരു ഐശ്വര്യമാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് നിന്റെ മൊയ്തീനിലെ ഡയലോഗും പറഞ്ഞ താരം ആരാധകർക്കൊപ്പം സെൽഫിയും എടുത്തു. തുടർന്ന് ഷോറൂമിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. EP ജയരാജൻ MLA, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ എന്നിവർ മുഖ്യാതിഥികളായി. കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, മക്കൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സൂപ്പർ താരത്തെ കാണാനെത്തിയവരെ നിയന്ത്രിക്കാൻ പോലീസും സെക്യൂരിറ്റി ജീവനക്കാരും ഏറെ പണിപ്പെട്ടു. പള്ളിക്കര ADLP സ്കൂൾ നവതിയാഘോഷം സമാപിച്ചു. കണ്ണൂർ രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല സമാപനോദ്ഘാടനം നിർവഹിച്ചു. ഈ സ്കൂളിൽ ഞാനിവിടെ ഇതിനു മുൻപും ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കടന്നു വരുമ്പോൾ എന്തോ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം ഇതിനു മുൻപും എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഇതാണ്, വളരെ പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും ഇവിടെയുള്ള പ്രധാന അധ്യാപിക സിസ്റ്ററിൻ്റെയും മറ്റ് സിസ്റ്റർമാരുടെയും ടീച്ചർമാരുടെയും അതോടൊപ്പം തന്നെ PTA-യുടെയും സജീവമായ പങ്കാളിത്തവും. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസൻ കുഞ്ഞി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ക്ലാരൻസ് പാലിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഇമ്മാനുവൽ ഡിക്സൺ എൻഡോമെന്റ് വിതരണം ചെയ്തു. ഹരിദാസ്, K സുമിത്രൻ, മുഹമ്മദ് അലി, ഷാജി മൈക്കിൾ, ജെറി മാർക്കോസ്, EK ജോസ്, പ്രിൻസി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ KV സിസിലി സ്വാഗതവും KV ലീലാമ്മ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗം കൗൺസിൽ ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷനായി. നഗരസഭാ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളിൽ നിന്നും കുട്ടികൾക്കുണ്ടാകുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ശുപാർശകൾ കൗൺസിൽ ചർച്ച ചെയ്തു. നഗരസഭയിൽ പേവിഷബാധ വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നതിനാവശ്യത്തിലേക്കായി 10,000 രൂപയും പേവിഷബാധ നിർമ്മാർജ്ജന പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നും യോഗത്തിൽ ചർച്ചയായി. ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജലസുരക്ഷാ പദ്ധതി 2016 മാർച്ച് ജൂൺ മാസങ്ങളിൽ നടപ്പിലാക്കുന്നതിന് പദ്ധതി നടത്തിപ്പിന് അവലംബിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. പെരുമ്പ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ നടത്തിപ്പിലും ഉളിയത്ത് കടവിലെ സ്വാതന്ത്ര്യ സമര സ്മൃതി പാർക്ക് നടത്തിപ്പിലും ബന്ധപ്പെട്ട് നടന്ന ലേലത്തിൽ ആരും പങ്കെടുക്കാത്തതും യോഗത്തിൽ ചർച്ചയായി. നഗരസഭാ വൈസ് ചെയർമാൻ KP ജ്യോതി, കൗൺസിലർമാർ, സ്ഥിരം സമിതി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ഡോക്ടർ VC രവീന്ദ്രന്റെ സപ്തതി ആഘോഷ ഭാഗമായി ക്യാൻസർ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് മാർച്ച് 13 ഞായറാഴ്ച പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. ഡോക്ടർ VC രവീന്ദ്രന്റെ സപ്തതി ആഘോഷത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ക്യാൻസർ പ്രതിരോധ തിരിച്ചറിയൽ ചികിത്സാ സംവിധാനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ ക്യാൻസർ സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി 2016 മാർച്ച് 13 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ PV ഗംഗാധരൻ പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കും. പരിപാടിയിൽ പയ്യന്നൂരിലെ മുഴുവൻ വാർഡുകളെയും ഉൾപ്പെടുത്തി നടക്കുന്ന ക്യാൻസർ മെഡിക്കൽ ഡിക്റ്റേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനവും നടക്കും. ആദ്യഘട്ടത്തിൽ തിരു, മഹാദേവഗ്രാമം, കേളോത്ത്, തെക്കേ മമ്പലം, കോറോം എന്നിവിടങ്ങളിലായിരിക്കും ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. പിന്നീട് അത് വിപുലപ്പെടുത്തും. ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പിന്റെ പ്രചരണത്തിനും വീട് കയറി സർവേ നടത്തുന്നതിനും ആളുകളെ സജ്ജരാക്കാൻ 13-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു വളണ്ടിയർ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്. വാർഡ് തലങ്ങളിൽ നിന്ന് സാധ്യതാ ലക്ഷണമുള്ളവരെ പങ്കെടുപ്പിച്ച് പയ്യന്നൂരിൽ ഒരു മെഗാ ക്യാമ്പ് ഒരുക്കുകയാണ് അടുത്ത ലക്ഷ്യം. രോഗം കണ്ടെത്തുന്നവർക്ക് ചികിത്സ, പുനരധിവാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. സാന്ത്വന പരിചരണ പരിശീലനങ്ങൾ, ക്യാൻസർ ബോധവൽക്കരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ, അവയവദാന പത്രം നൽകൽ, വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിശീലനം നൽകാൻ പയ്യന്നൂരിലെ ഒരു ഏർലി ഡിറ്റക്ഷൻ സെന്റർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെട്ടിട നിർമ്മാണ ഫണ്ട് സ്വരൂപിക്കൽ, സോവനിയർ പ്രകാശനം, ഡോക്ടർ VC രവീന്ദ്രന് ആദരം തുടങ്ങിയവയാണ് സപ്തതി ആഘോഷ പരിപാടികൾ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു.
വ്യാപാരി വ്യവസായി സമിതി കോറം യൂണിറ്റ് കോറം ഹെൽത്ത് സെന്ററിലേക്ക് സംഭാവനയായി നൽകിയ ഫ്രിഡ്ജ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ കേന്ദ്രത്തിന് കൈമാറി. വ്യാപാരി വ്യവസായി സമിതി കോറം യൂണിറ്റ് കോറം ഹെൽത്ത് സെന്ററിലേക്ക് സംഭാവനയായി നൽകിയ ഫ്രിഡ്ജ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ കൈമാറി. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ പി രവീന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PV മുരളീധരൻ സ്വാഗതം പറഞ്ഞു. M അമ്പു, HI മോഹനൻ, സിന്ധു, ഷീജ, സലീന, പ്രകാശൻ മാസ്റ്റർ, AV ബാലൻ മാസ്റ്റർ, C കൃഷ്ണൻ, MK കണ്ണൻ, KC രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശ്രീ വയക്കരമുണ്ടിയ കളിയാട്ട മഹോത്സവം 11 മുതൽ 14 വരെ നടക്കും. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണവും കളിയാട്ട ഭാഗമായി നടക്കും. മാർച്ച് 11-ന് കാളഘാട്ടിലെത്തി മധുസൂദനൻ നമ്പൂതിരി മേൽപ്പന്തൽ സമർപ്പണം നടത്തും. തുടർന്ന് വയക്കര ചേട്ടൂർകാവിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. മാർച്ച് 11-ന് വൈകുന്നേരം വിവിധ കലാപരിപാടികൾ, 13-ന് കരിമരുന്ന് പ്രയോഗവും എന്നിവയും നടക്കും. സമാപന ദിവസമായ 14-ന് വിവിധ തെയ്യക്കൊല്ലങ്ങൾ അരങ്ങിലെത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി KV മോഹനൻ, VV ബാലകൃഷ്ണൻ, KKV സുധീർ ബാബു, കടയ്ക്കര ദേവദാസൻ, CP വിനോദ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. 5 ദിനങ്ങളായി നടന്നുവന്ന ശ്രീ ഒളവറമുണ്ടിയ കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. മാർച്ച് 5 മുതൽ 10 വരെ 5 ദിനങ്ങളായാണ് ശ്രീ ഒളവറമുണ്ടിക്കാവ് കളിയാട്ട മഹോത്സവം നടന്നത്. കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി പേരാണ് തെയ്യങ്ങളെ ദർശിക്കാൻ ഉച്ചയോടെ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. സമാപനത്തിന്റെ ഭാഗമായി അന്നദാനവും തുലാഭാരവും നടന്നു. 5 ദിനങ്ങളായി നടന്ന കളിയാട്ടത്തിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ കവിമണ്ഡലം പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഗോമതി ആലക്കാടൻ രചിച്ച കവിതാ സമാഹാരങ്ങൾ മാർച്ച് 13-ന് ഗാന്ധി പാർക്കിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് പ്രകാശനം ചെയ്യും. ചുറ്റുപാടുകളിൽ കാണുന്ന ഹൃദയത്തെ ഒരുപാട് അലോസരപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളെ വായനക്കാരിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗോമതി ആലക്കാടൻ രചിച്ച ഭൂമിയുടെ താരാട്ട്, കളിപ്പാവയുടെ കൂടെ എന്നീ കവിതാ സമാഹാരങ്ങൾ കണ്ണൂർ ജില്ലാ കവിമണ്ഡലം പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ മാർച്ച് 13-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിക്കും. പയ്യന്നൂർ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. VM രാജീവൻ, KV പ്രശാന്ത് കുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങും. നാരായണൻ കൗമ്പായി, ഡോക്ടർ YV കണ്ണൻ എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തും. സുകുമാരൻ പെരിയച്ചൂർ, ശങ്കരൻ കോറോം, PP മോഹനൻ നമ്പ്യാർ, K നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. K കൈലാസ് മാസ്റ്റർ സ്വാഗതവും മല്ലപ്പള്ളി രാഘവൻ നമ്പ്യാർ നന്ദിയും പറയും. തുടർന്ന് നടക്കുന്ന കവിയരങ്ങ് രാമകൃഷ്ണൻ കണ്ണം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗോമതി ആലക്കാടൻ, K കൈലാസ് മാസ്റ്റർ, മല്ലപ്പള്ളി രാഘവൻ നമ്പ്യാർ, T തമ്പാൻ, C ശ്രീലത, M ഗായത്രി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കാരളി അമ്പലംകുളം പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരിച്ച് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് മാർച്ച് 13 ഞായറാഴ്ച രാവിലെ 10:30-ന് ക്ഷേത്രം തന്ത്രി തെക്കിനിയത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിക്കും. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പൂരംകുളി നടക്കുന്നത് ഈ കുളത്തിലാണ്. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. മാതൃഭൂമി പ്രവാചകനെ നിന്ദിച്ചെന്നാരോപിച്ച് മുസ്ലിം സംഘടനകൾ വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. മാതൃഭൂമി അതെടുത്തിട്ട് പ്രസിദ്ധീകരിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരു ഖേദപ്രകടനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതെന്നും, മറിച്ച് അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവർക്കൊരു നടപടിയെടുക്കാൻ ഒരു ഉത്തരവാദിത്തമുള്ള രംഗത്തുള്ളവർ തയ്യാറാകണം എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഈ പ്രഖ്യാപനങ്ങളെ വളരെ മോശമായ രീതിയിൽ ജനമധ്യത്തിൽ എത്തിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ, ഏത് മാധ്യമമായാലും, മാധ്യമത്തിനൊക്കെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും
ആ സ്വാതന്ത്ര്യത്തിനപ്പുറം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇത്തരം പ്രവാചകന്മാരെയും നല്ല ആളുകളെയും ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു സമ്പ്രദായമായി മാറിയിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 മാസമായി ശമ്പളമില്ല. ഹോംഗാർഡുകൾ കടുത്ത ദുരിതത്തിൽ. കരിവെള്ളൂരിന്റെ നെല്ലറയായ കോട്ടൂർ പാടശേഖരത്തിന് ജലസമൃദ്ധി ഒരുക്കിയ ഐത്തലത്തോട് വിസ്മൃതിയിലേക്ക്. കേന്ദ്ര സർക്കാർ ബജറ്റുകളിൽ കേരളത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ LDF കമ്മിറ്റി പെരുമ്പയിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന സന്ദേശവുമായി കേരള മദ്യനിരോധന സമിതി സംഘടിപ്പിക്കുന്ന ജാഗ്രതാഹ്വാന യാത്ര കാസർഗോഡ് ജില്ലാതല പര്യടനം പൂർത്തിയായി. മാർച്ച് 12 മുതൽ ടിപ്പർ ലോറികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.